നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതാണ്, ഫലദായകവുമാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതാണ്. ഇറ്റ് ഈസ് പവർഫുൾ. എ റൈച്ചസ് മാൻസ് പ്രേയേഴ്സ് അവെയിലത്ത് മച്ച്. ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട്. ഹെവൻ ഈസ് ഫുൾ ഓഫ് ബ്ലെസ്സിങ്സ്. സ്വർഗത്തിൽ ഒരു കുറവുകളുമില്ല, എല്ലാ നന്മകളും ഉണ്ട് അല്ലേ. ഫുൾനെസ് ഓഫ് ജോയ്, ഫുൾനെസ് ഓഫ് ഗുഡ്നെസ്. ഈശോ ലോർഡ്സ് പ്രയർ, സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളോട് ഇപ്രകാരമല്ലേ പഠിപ്പിച്ചത്? സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിലും. അപ്പൊ നമ്മുടെയൊക്കെ ലൈഫ് ടൈമില് കർത്താവിൽ നിന്ന് ചിലത് സ്വീകരിക്കണം. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്. പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവം എക്സ്പെക്ട് ചെയ്യുകയാണ് ദൈവമക്കളിൽ നിന്ന്. ദൈവം ആരെയാ റൈച്ചസ് എന്ന് വിളിക്കുന്നത്? ദൈവമക്കളെയാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ കഴുകപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ട, ദൈവം നീതീകരിക്കുന്നു, നീതീകരിച്ചവർ എന്ന് ബൈബിളിൽ കാണുന്നത് പുതിയ നിയമത്തിലാണ്. അത് യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിലൂടെ നീതീകരിക്കപ്പെട്ടവരാണ്. കർത്താവ് കഴുകി അവരെ വിശുദ്ധീകരിച്ച് അവർക്ക് പുതിയൊരു ജനനം, ആത്മാവിനൊരു ജനനം നൽകി പരിശുദ്ധാത്മാവിനെ കൊണ്ട് മുദ്രയിട്ട് ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ടെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുകയാണ്. മനുഷ്യരൊരു വ്യക്തിയെ നീതിമാൻ എന്ന് പറയുമ്പോൾ ആരെയാ നീതിമാൻ എന്ന് പറയുന്നത്? നീതിയോടെ പ്രവർത്തിക്കുന്ന, നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയെ നീതിമാൻ എന്ന് പറയും. അതുപോലെ തന്നെ സ്വയം നീതിമാന്മാർ ഒരുപാട് പേരുണ്ട്. ഈശോയുടെ കാലഘട്ടത്തിലെ ഫരിസേയർ അങ്ങനെയായിരുന്നു. അവര് ചെയ്യുന്ന എല്ലാം കറക്റ്റാണ്, എളിമയൊന്നുമില്ല. എന്താ പറയുക, സ്വയം നീതീകരണം. അപ്പം സെൽഫ് റൈച്ചസ് എന്ന് പറയും, സ്വയനീതി. പിന്നെ മനുഷ്യൻ കാണുന്ന നന്മ പ്രവർത്തിക്കുന്നവനെ മനുഷ്യര് നീതിമാൻ എന്ന് വിളിക്കും. പക്ഷെ പൗലോസ് ശ്ലീഹ റോമാലേഖനം എഴുതുമ്പോൾ പറയുവാണ്, ദൈവത്തിന് മുൻപിൽ നീതിമാനായ ഒരുവനുമില്ല, എല്ലാവരും പാപം ചെയ്ത് അയോഗ്യരായി. ഇനി ദൈവത്തിന്റെ മുൻപിൽ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്, നീതിമാനായിത്തീരുന്നത് ഒരു കാര്യം വിശ്വസിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എളിമപ്പെടുമ്പോഴാണ്. ഒരു കാര്യത്തിൽ എളിമയോടെ വിശ്വസിക്കുമ്പോഴാണ്. ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശു ഈ ഭൂമിയിൽ വന്നത് നമുക്ക് വേണ്ടി കാൽവരി മലമുകളിൽ പാപപരിഹാര ബലിയായി തീർന്നതിന് വേണ്ടിയാണ്. പാപമറിയാത്ത യേശു നമുക്ക് വേണ്ടി പാപമായി തീർന്ന് അങ്ങനെ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിമാനായിത്തീരുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. നിരവധി തവണ പങ്കുവച്ച വചനമാണ്. പക്ഷെ ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ വേരുറപ്പിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം ആരെയാണ് നീതീകരിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. യു ആർ എ റൈച്ചസ് മാൻ ത്രൂ ക്രൈസ്റ്റ് ജീസസ്. ആ ഒരു ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം പൗലോസ് ശ്ലീഹ എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സൽപ്രവർത്തികൾക്കായി നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു, വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു, വീണ്ടും റിക്രിയേറ്റ് ചെയ്തേക്കുവാണ്. യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ ഒരു ഡിവൈൻ ട്രാൻസ്ഫർ നമ്മളിലേക്ക് സംഭവിക്കുകയാണ്. ആ ഡിവൈൻ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ യേശുവിന്റെ നീതീകരണം നമ്മളിൽ സംഭവിക്കുകയും നമ്മുടെ എല്ലാ തിന്മകളും പാപങ്ങളും ശാപങ്ങളും കർത്താവിന്റെ പരിഹാര ബലി ഏറ്റെടുക്കുകയാണ്. സോ ത്രൂ ഹിസ് സാക്രിഫിഷ്യൽ ഡെത്ത് ഓൾ ദ കേഴ്സസ് ആർ ബ്രോക്കൺ. ആ ഒരു അഭിഷേകം ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്. അത് ഫലദായകവുമാണ്. ഹല്ലേലൂയ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്, ഫലദായകവുമാണ്. സ്വയനീതിമാന്റെ പ്രാർത്ഥനയല്ല, സെൽഫ് റൈച്ചസിന്റെ പ്രാർത്ഥനയല്ല. ദൈവത്താൽ നീതീകരിക്കപ്പെടണമെങ്കിൽ ആരാ നീതീകരിക്കപ്പെടുന്നത്? കർത്താവിന്റെ മുൻപിൽ. കർത്താവ് എൻ്റെ ഒരു യോഗ്യത കൊണ്ടുമല്ല, എൻ്റെ ഒരു ക്വാളിഫിക്കേഷനും കൊണ്ടല്ല, എൻ്റെ ഒരു മേന്മയും കൊണ്ടല്ല, അങ്ങയുടെ അതിദാരുണമായ കരുണയും സ്നേഹവും എന്നോടുള്ള ആ വലിയ കരുണ നിമിത്തം യു ഡിസൈഡഡ് ടു ഡൈ ഓൺ ദാറ്റ് ക്രോസ് ബിഹാഫ് ഓഫ് മീ. എനിക്ക് പകരമായി നീ എൻ്റെ ശിക്ഷകൾ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി മരിച്ച്
ദൈവം എന്നെ നീതീകരിച്ചു. ഇത് വിശ്വസിക്കണമെങ്കിൽ വലിയൊരു എളിമ നമുക്ക് വേണം. കാരണം മനുഷ്യൻ സെൽഫ് റൈച്ചസ് ഉള്ള വ്യക്തികൾക്ക് ഇതിന്റെ അവർ പറയാം, ഇതൊന്നും ആവശ്യമൊന്നുമില്ല, ഞാൻ സ്വയം നീതിമാനാണ്. അപ്പൊ ആ എക്സ്ട്രീം ഹ്യൂമിലിറ്റിയിൽ ദൈവത്തിന്റെ സമക്ഷം നമ്മൾ എളിമപ്പെടുന്ന സമയത്ത് കർത്താവിന്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിച്ച് നമ്മളെ നീതീകരിക്കുകയാണ്. ആ നീതീകരിക്കപ്പെട്ട, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പാപത്തിൽ തുടരാൻ പറ്റത്തില്ല. പാപത്തിന് അവൻ മരിച്ചവനായി തീരുകയാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യന് പാപത്തിൽ തുടരാൻ പറ്റത്തില്ല. കാരണം ഈ ഭൂമിയിൽ ലഭിക്കുന്ന എന്ത് ജഡിക സുഖങ്ങൾക്കും 1000 മടങ്ങ് മുകളിലുള്ള വലിയൊരു ആനന്ദമാണ് പരിശുദ്ധാത്മാവ് പകരുന്ന ആനന്ദം. അപ്പൊ ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തി പാപത്തിൽ തുടരുന്നുണ്ടെങ്കിൽ, പുതിയ നിയമത്തിലെ പൗലോസ്ലീഹ അപ്പോസ്തലൻ, പിന്നീട് നമ്മളെ ഈ കാലഘട്ടത്തിലെ ധ്യാനഗുരുക്കന്മാരെ നമ്മളൊക്കെ വിളിക്കുന്ന പോലെ നിങ്ങൾ പാപികളാണ്, ബന്ധനത്തിലാണ്, അങ്ങനെയൊന്നും അപ്പോസ്തലന്മാർ അഭിസംബോധന ചെയ്യുന്നില്ല. കാരണം അവർക്ക് ബോധ്യമുണ്ട് അവർക്ക് സംഭവിച്ച അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എത്രമാത്രമുണ്ട്, സഭയിൽ ജനങ്ങൾക്ക്, ദൈവജനത്തിന് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എത്രമാത്രം ഉണ്ടെന്ന് അപ്പോസ്തലന്മാർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ അവര് ലേഖനം എഴുതുമ്പോൾ അവർ പഠിപ്പിക്കുന്ന കാര്യം എന്താ? റോമാലേഖനം 6-ാം അധ്യായത്തിലൊക്കെ പ്രത്യേകമായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ കൃപയ്ക്ക് കീഴിലാണെങ്കിൽ പാപം നമ്മളെ ഭരണം നടത്തുകയില്ല, പാപത്തിന് നമ്മൾ മരിച്ചവരായിത്തീരുന്നു. അപ്പോൾ ഇഫ് യു ആർ അണ്ടർ ദ ഗ്രേസ്, സോ ഒരാളിപ്പം പാപത്തിനകത്ത് തുടരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എവിടെയോ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു റെവലേഷൻ കിട്ടാനുണ്ട്. കർത്താവിന്റെ അഭിഷേകം, ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു ആഴത്തിലേക്ക് ആ വ്യക്തി ഡൈവ് ചെയ്ത് പോകാനുണ്ട്. അവിടെ നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷ എന്താ? പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാനും ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നതിനും വേണ്ട ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി യേശുവിനെ കുറിച്ചുള്ള നല്ല സന്ദേശങ്ങൾ പകർന്നു കൊടുത്ത് അതിനുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് യേശു എന്നോട് ആവശ്യപ്പെട്ടത്. യു ജസ്റ്റ് ക്രിയേറ്റ് എ സ്പേസ് ഫോർ മൈ പീപ്പിൾ അബൌട്ട് മീ. എന്നെക്കുറിച്ചൊരു നല്ല പിക്ചറിൽ നീ എന്നെ അവതരിപ്പിച്ചാൽ മതി, ശുശ്രൂഷക്കിടയിൽ എന്റെ ആത്മാവ് അവരുടെ മേൽ വന്ന് നിറയപ്പെടും. ഈ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം ഉള്ളിൽ ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഒരു വലിയ പ്രേരണയും, അതായത് ദൈവത്തിന്റെ നീതിമാനായി തീർന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിലൂടെ സൽപ്രവർത്തികൾ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് നന്മകൾ ചെയ്യുകയാണ്. ഒരാളെ കാണുമ്പോൾ അനുകമ്പയോടെ ആ വ്യക്തിയോട് പെരുമാറുവാനും ആ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല. അന്നത്തെ കാലത്തെ മനുഷ്യർ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ചാരിറ്റി ചെയ്യുമ്പോൾ 100 പേരോട് വിളിച്ചു പറയും, ഞങ്ങളത് ചെയ്യുവാണ്, ഞങ്ങളിത് ചെയ്യുവാണ്. യേശു പറഞ്ഞു, ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയാതിരിക്കട്ടെ. ഇതൊക്കെ സെൽഫ് റൈച്ചസ്നെസ് ആണ്. നീ ചെയ്ത കാര്യങ്ങൾ മുഴുവനും എല്ലായിടത്തും എടുത്ത് കാണിച്ച് ഫോട്ടോയും എടുത്തിട്ട് 10 പേരെ അറിയിപ്പിച്ച് സെൽഫ് റൈച്ചസ്നെസ്. ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയാതിരിക്കട്ടെ. യഥാർത്ഥത്തിൽ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനി, ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചവൻ, അവൻ ഒരു കാര്യം, ഒരു നന്മ ചെയ്യുമ്പോൾ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്ന ആ ഒരു ആനന്ദം കിട്ടും. ആ ആനന്ദം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും വേറെ ആരുടെ ഒരു അപ്രൂവലും വേണ്ട, മനുഷ്യന്റെ അപ്രൂവലൊന്നും വേണ്ട. സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് മനുഷ്യൻ ചീത്ത വിളിക്കാനും ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം കാരണം ചീത്ത വിളിച്ച ഒരു കുഴപ്പമില്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ ഒരു അഭിഷേകം ഇന്ന് നമുക്ക് ഇന്ന് നമ്മളെല്ലാം ദൈവം തന്റെ പുത്രന്റെ മരണത്തിലൂടെ ആ നീതീകരണത്തിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സോ ഇഫ് യു ബിലീവ് റൈറ്റ്, നമ്മൾ വിശ്വസിക്കണം ഇത് സത്യമായിട്ടും യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 28, 29, 30, 31 വാക്യം ഒന്നെടുത്തേ, ബൈബിൾ ഉള്ളവരൊന്നെടുത്തേ. ബൈബിളിൽ എന്താ നമ്മൾ കാണുന്നത്? ദൈവം നീതീകരിച്ചവരെ അവിടുന്ന് മഹത്വപ്പെടുത്തി. ദൈവം അനുകൂലമായിട്ടുണ്ടെങ്കിൽ ആര് നമുക്ക് എതിരായിട്ട് നിൽക്കും? ദൈവം നീതീകരിച്ചതിനെ ആര് കുറ്റം ചുമത്തും? ഇവിടെ ഒരിക്കലും നമ്മൾ സ്വയം നീതീകരിച്ചതെന്നൊന്നോ അല്ലെങ്കിൽ നീതിമാനെന്നൊന്നോ അല്ല അവിടെ പറയാം. ദൈവം നീതീകരിച്ചതിനെ, ഗോഡ് മെയ്ഡ് ദാറ്റ് പേഴ്സൺ റൈച്ചസ്. ഹല്ലേലൂയ. ദൈവം നീതീകരിച്ച ഒരു വ്യക്തിയെ, ദൈവം നീതീകരിച്ച ഒരു വ്യക്തി. അപ്പൊ ദൈവം നീതീകരിച്ച ഒരു വ്യക്തിക്കെതിരെ ഒരാൾ ആഭിചാരം മന്ത്രവാദം ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ദൈവം നീതീകരിച്ച ഒരു വ്യക്തി. അബ്രാഹത്തിന് ദൈവം ഒരു പ്രോമിസ് കൊടുത്തു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഓക്കെ, അത് അബ്രാഹത്തിന്റെ മേൽ വന്നിരുന്ന ഒരു ദൈവത്തിന്റെ പകർച്ച, ആത്മാവിന്റെ ശക്തിയാണ്, ഒരു പവർ ഓഫ് ഗോഡാണ്. പുതിയ നിയമത്തിൽ ഗലാത്യ ലേഖനത്തിൽ പറയുകയാണ്, ക്രിസ്തുവിലൂടെ അബ്രാഹത്തിന് കൊടുത്ത ഈ പ്രോമിസുകൾ നമ്മുടെ ആത്മാവിലേക്കും വന്നിട്ടുണ്ട്. ആ പവർ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.
ജൂയിഷ് പീപ്പിളിന് കിട്ടിയ ആ ഒരു പവർ ക്രിസ്തുവിന്റെ ആത്മാവിലൂടെ നമ്മുടെ ആത്മാവിലേക്ക് വന്ന് ട്രാൻസ്ഫർ ആയി വന്നിരിക്കുകയാണ്. പക്ഷെ ഇത് ആരിലാണ് ആക്ടിവേറ്റ് ആകുന്നത്? എളിമയോടെ യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിൽ അഭയം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക്. നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടത് 2 Corinthians 5:20 നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് മീ, എന്റെ ഒരു കഴിവുകൊണ്ടോ യോഗ്യത കൊണ്ടോ അല്ല, എന്റെ യേശു, എന്റെ നാഥൻ, എന്റെ ഈശോ കുരിശിൽ നഗ്നനായി അടിയേറ്റ് എനിക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനം ഏറ്റുവാങ്ങി. ഹി റെപ്രസെന്റേറ്റഡ് മീ ഓൺ ദാറ്റ് ക്രോസ്. ആ കുരിശിലെ പരിഹാര ബലിയിലൂടെ അവൻ എന്നെ നീതീകരിച്ചിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്ന സമയത്ത് ഈ ഡിവൈൻ ട്രാൻസ്ഫർ നമ്മളിലേക്ക് സംഭവിക്കണം. എന്നിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം നമ്മുടെ ജീവിതത്തെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി. പരിശുദ്ധാത്മാവിന്റെ ആ മുദ്ര, അതുകൊണ്ട് FSS ലേഖനത്തിൽ പൗലോസ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ മുദ്ര ലഭിച്ചിരിക്കുന്നു. ആ മുദ്ര ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ആ വ്യക്തിയെ ദൈവം വിശദീകരിച്ച വ്യക്തിയെ, ദൈവം നീതീകരിച്ച വ്യക്തിയെ, ദൈവം വിശദീകരിച്ച നീതീകരിച്ച ഒരു വ്യക്തി, അവിടെ ദൈവത്തിന്റെ അനോയിറ്റിംഗ് ആ വ്യക്തിയുടെ മേൽ വന്ന് നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനോയിറ്റിങ്, അതുകൊണ്ട് വചനം ദൈവം നീതീകരിച്ചതിനെ ആര് കുറ്റം ചുമത്തും? ആർക്കാണ് കുറ്റം ചുമത്താൻ പറ്റുന്നത്? അവിടെ വേണം ഇങ്ങനെ ഒരു കോണ്ടാക്ട് നമുക്ക് ഇടാം. ദൈവം നീതീകരിച്ചതിനെ എതിരെ ആർക്കാണ് ആഭിചാരം ചെയ്യാൻ പറ്റുന്നത്? ആർക്കാണ് മന്ത്രവാദം ചെയ്യാൻ പറ്റുന്നത്? ആർക്കാണ് കൂടോത്രം ചെയ്യാൻ പറ്റുന്നത്? ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാള് ഒരു ദൈവദാസനെതിരെ, ഒരു വചനപ്രഘോഷകനെതിരെ, കർത്താവിന്റെ അഭിഷേകം സ്വീകരിച്ച ഒരു വ്യക്തിക്കെതിരെ, എന്നപ്പോ ഇവനെതിരെ എല്ലാവർക്കും ചെയ്യുന്ന പോലെ ഒരു ചാത്തൻ സേവ ചെയ്തേക്കാം, ഒരു ആഭിചാരകർമ്മം ചെയ്തേക്കാം, ഒരു കൂടോത്രം ചെയ്തേക്കാം. ഈ സംഭവം ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് അറിയാൻ മേല ഇതിന്റെ പവറിന്റെ മാഗ്നിറ്റ്യൂഡ്. പക്ഷെ ഇവൻ സേവിക്കുന്ന പൈശാചിക ആധിപത്യങ്ങൾക്കറിയാം. അവിടെ എന്താ സംഭവിക്കുന്നത്? കാരണം ഈ ആധിപത്യങ്ങൾ ക്രൂശിലും പരാജയപ്പെട്ടതാണ്, സ്വർഗത്തിൽ നിന്ന് ബാനിഷ് ചെയ്തേക്കുന്നതുമാണ്. 2 തവണ പരിപൂർണമായി പരാജയപ്പെട്ടതാണ് ദൈവശക്തിക്ക് മുൻപ്. സ്വർഗത്തിൽ നിന്ന് ബാനിഷ്ടാണ്, അതുപോലെ തന്നെ ക്രൂശിൽ നിരായുധമാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ, ദൈവദാസന്മാർക്കെതിരെ ആഭിചാരകർമ്മം ചെയ്തു കഴിഞ്ഞാൽ, അത് തിരികെ മടങ്ങി വന്നുള്ള അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിൽക്കുന്ന ആഭിചാര ശക്തികൾ തന്നെ ആ ഭവനങ്ങളിലേക്ക്, അതായത് ഇതാരാണോ ചെയ്ത് ആ ഭവനങ്ങളിലേക്ക് വന്ന് കയറുകയാണ്. അത് ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്ന ശിക്ഷയല്ല, ഈ ദുഷ്ടശക്തികൾ തന്നെ ഇത് ചെയ്ത വ്യക്തികളിലേക്ക് തന്നെ വന്ന് പ്രവേശിച്ച് അവരെ ആക്രമിക്കും. കാരണം അവർ ഓൾറെഡി 2 തവണ പരാജയപ്പെട്ടതാണ്. സ്വർഗത്തിൽ നിന്ന് ബാനിഷ്ടാണ്, രണ്ടാമത് ക്രൂശിൽ നിരായുധമാക്കപ്പെട്ടതാണ്. പിന്നെ ദൈവം അവർക്കൊരു സമയം കൊടുത്തേക്കുവാണ്. അതും ബൈബിളിലുണ്ട്. യേശു ഒരിക്കല് ഗരസേനറുടെ നാട്ടിൽ ചെന്നപ്പോഴത്തേക്കും പിശാച് ബാധിച്ച വ്യക്തി യേശുവിന്റെ അരികിൽ വന്നിട്ട് പറയുകയാണ്, നീ സമയമാകുന്നതിന് മുൻപേ ഞങ്ങളെ പിടിക്കാൻ വന്നേക്കുവാണോ, ഞങ്ങളെ ആക്രമിക്കാൻ വന്നേക്കുവാണോ? ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ദൈവസഭയെ, കർത്താവിന്റെ ശരീരമാകുന്ന മക്കളെ ഈ ഭൂമിയിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ അഭിഷേകത്തെ ഈ ഭൂമിയുടെ മണ്ഡലത്തിൽ നമ്മൾ വെളിപ്പെടുത്തണം നമ്മുടെ പ്രാർത്ഥനയിലൂടെ. അതാണ് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാണ്. ശക്തിയുള്ളതാണ്, ഫലദായകമാണ്. ദർ വിൽ ബി അമേസിംഗ് തിങ്സ് വിൽ ഹാപ്പൻ ത്രൂ യുവർ പ്രേയേഴ്സ്. നമ്മളൊരിക്കലും പ്രാർത്ഥന നിർത്തരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില സംഭവങ്ങൾ നമ്മുടെ ലൈഫ് ടൈമിൽ സംഭവിക്കും. ബൈബിളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫ് ടൈമിലും അത് സംഭവിക്കും. അതുപോലത്തെ മിറക്കിളുകൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. അതിന്റെ പിശാച് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഈ പവറിനെയും, അല്ലെങ്കിൽ ദൈവം നീതീകരിച്ച ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെയുള്ള ആ പവറിനെ ലിമിറ്റ് ചെയ്യാൻ പിശാച് പല തരത്തില് ശ്രമിക്കും. അതാണ് മതങ്ങൾക്കിടയിലും പല രീതിയിലും മനുഷ്യന് യോഗ്യതയില്ല, കഴിവില്ല, മറ്റതും മറിച്ചതും ഒക്കെ പറഞ്ഞ് അവനെ അങ്ങ് റെസ്ട്രിക്ട് ചെയ്യുക. ബട്ട് ഇഫ് എ പേഴ്സൺ എൻകൗണ്ടർ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൂ റിയലി ഹി ഈസ്, ആരാണ് നിങ്ങൾ ക്രിസ്തുവിലൂടെ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, നിങ്ങൾക്കുള്ള അധികാരവും പവറും മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മിറക്കിൾസ് വിൽ ഹാപ്പൻ. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതാണ്, ഫലദായകമാണ്, ഫ്രൂട്ട്ഫുൾ ആണ്. ഫലമുണ്ടാകും നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, ശക്തിയുള്ളതാണ്. എല്ലാവരും ചിന്തിച്ച് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ ദർ ഇസ് എവറിത്തിങ്, ദർ ഇസ് ഫുൾനെസ്.
അവിടെ എല്ലാം ഉണ്ട്, അവിടെ കുറവൊന്നുമില്ല. അപ്പം ഭൂമിയിൽ നിൽക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകമാണ്. ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച് ചില സംഭവങ്ങൾ ഈ ഭൂമിയിൽ അത് റിലീസ് ചെയ്യിപ്പിക്കണം, കൊണ്ടുവരണം. അതാണ് നമ്മുടെ മിഷൻ. ഹല്ലേലൂയ. നമ്മുടെ മിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ, നമ്മുടെ മക്കള്, ജീവിത പങ്കാളി, കുടുംബത്തിലെ കാര്യങ്ങൾ, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ. അത് മാത്രമല്ലായിരിക്കണം നമ്മുടെ പ്രയർ ടോപ്പിക്കിനകത്ത്. ഈ ഭൂമി മുഴുവനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയുന്നു എന്ന് കണ്ട് പ്രാർത്ഥിച്ചേ. വലിയ ക്രൈസ്തവ ഉണർവുകൾ നടക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചേ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ, യെസ്, ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നടക്കുന്ന. ഞാൻ കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കും ആഫ്രിക്കയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഉഗാണ്ടയിൽ നടക്കുന്ന ഈ ദിവസങ്ങളിൽ നടക്കുന്ന വലിയ ദൈവപ്രവർത്തികളെ കുറിച്ച് പറയുകയാണ്. ഒരു നേരമൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാൻ ആൾക്കാർക്ക് പറ്റുന്ന സ്ഥലങ്ങളോ അത്രയ്ക്കുള്ള വളരെ ബുദ്ധിമുട്ടിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ. നമ്മുടെ കേരളത്തിലൊക്കെ 1970s 80s അങ്ങനെയായിരുന്നു. 80s അല്ല, 70s or 60s. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ജനങ്ങൾ വലിയ ഒരു റിവൈവൽ അവിടെ നടക്കുന്നുണ്ട്. വിയറ്റ്നാമില്, ഈവൻ അമേരിക്കയിലെ പല ഭാഗങ്ങളിൽ, സൗത്ത് അമേരിക്കയിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ വലിയ ദൈവപ്രവർത്തികൾ ഈ നാളുകളിൽ നമ്മുടെ ദേശങ്ങളിൽ നിറയപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ഇന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളുടെ ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ നടക്കുവാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു ലൈവ് എടുത്ത ഒരു ബ്രേക്കിൻ്റെ സമയത്ത്. മാനുഷികമായിട്ട് നമ്മൾ വ്യക്തികളെ കാണുമ്പോൾ, ചില വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മാനുഷികമായിട്ട് ചിലപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, ദൈവമേ ഈ മനുഷ്യനൊക്കെ ഞാൻ എങ്ങനെ ആ വ്യക്തിക്കൊരു മാറ്റം വരും, എനിക്കറിയാമല്ലോ എങ്ങനെ പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ വ്യക്തി ഖത്തറിൽ വലിയൊരു ജോലി ഉണ്ടായിരുന്ന മനുഷ്യനാണ്, ലണ്ടനിലൊക്കെ. ആള് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന എതിരെ വരുന്നൊരു വണ്ടി വന്ന് ഈ മനുഷ്യന്റെ കാറിലോട്ട് ഒന്ന് ഇടിച്ച് ഈ മനുഷ്യന് ബ്രെയിൻ ഇഞ്ചുറി ആയി. 38 വയസ്സ്, 38 വയസ്സല്ല, സോറി, ആക്സിഡന്റ് ആയപ്പോൾ 38 വയസ്സ്, ഇപ്പം 42 വയസ്സ്. ആ മനുഷ്യന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് നിൽക്കത്തുള്ളൂ. 15 മിനിറ്റ്സ്, 15 മിനിറ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ. 15 മിനിറ്റ് ഓർമ്മ നിൽക്കത്തുള്ളൂ. അങ്ങനെയുള്ള കുറേ മനുഷ്യരെ ഞാനിങ്ങനെ കണ്ടുമുട്ടാറുണ്ട്. പല അപകടങ്ങളിൽ പെട്ടവര്, പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവര്, ഒത്തിരി ട്രാജിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവര്. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം മാനുഷികമായിട്ട് ചിന്തിക്കുക, എങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവ് അറിയാൻ മേല. പക്ഷെ ഹോളി സ്പിരിറ്റിൽ ഡിപ്പെൻഡ് ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗൈഡ് ചെയ്യും ഇവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്. ഓരോ വ്യക്തിക്കും ഹോളി സ്പിരിറ്റിന് ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ വില്ലിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ആട്ടോ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവരെ പൂർണ്ണ ഡെലിവറൻസിലേക്ക് വഴി നടത്തട്ടെ. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകളും ഡെലിവറൻസുകളുമാണ് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കൈയൊക്കെയാണ് നമുക്ക് കൈയും കാലൊക്കെ എടുത്ത് നമുക്കൊരു ഗ്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് നമുക്കതിൻ്റെ ഈസിയാണ്. ഒരു കപ്പ് ചായ കുടിക്കാൻ വേണ്ടി ഒരു കപ്പ് എടുത്ത് നമ്മളിങ്ങനെ കുടിക്കുന്നത് നമുക്ക് ഈസിയാണ് എടുത്ത് കുടിക്കാൻ പറ്റുന്നവർ. ചിലവർക്ക് ആ ഒരു ചായ എടുക്കാനുള്ള ഈ കൈ ഇങ്ങനെ ഒന്ന് തിരിക്കണമെങ്കിൽ 6 മാസമായിട്ട് ശ്രമിക്കുന്ന മനുഷ്യർ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. കൈ ഇങ്ങനെ ഒന്ന് തിരിക്കണമെങ്കിൽ വളരെ നാച്ചുറലായിട്ട് സാധാരണ ഇത് ജീവിച്ച മനുഷ്യരൊക്കെ വഴിയെ പോകുന്ന വഴിക്കൊന്ന് തെന്നി വീഴുകയോ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. ചെറിയ തലയിലോട്ട് എന്തെങ്കിലും സാധനം വന്ന് വീഴുകയൊക്കെ ചെയ്ത് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും. പക്ഷെ ദൈവത്തിന്റെ ഗ്രേസ്, ചില കാര്യത്തിൽ നമുക്ക് ഉത്തരങ്ങളില്ലെങ്കിൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ മക്കളെ പൊതിഞ്ഞു പിടിച്ച് ഇവർക്ക് സൗഖ്യം നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ബൈബിളിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ചില സൗഖ്യങ്ങൾ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യും, ചില സൗഖ്യങ്ങൾ സമയമെടുത്ത് മാനിഫെസ്റ്റ് ചെയ്യും, ചില സൗഖ്യങ്ങൾ ഇല്ലാത്ത അവയവങ്ങളെ ദൈവം സൃഷ്ടിക്കും, ചിലത് ദൈവം ഗ്രേസ് കൊടുക്കുക അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകാൻ വേണ്ടി. ബട്ട് ഡസൻ മാറ്റർ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇതിലൂടെ എന്ത് കാര്യത്തിലൂടെ നിങ്ങളിന്ന് കയറി ഇറങ്ങി പോകുന്നെങ്കിലും കണ്ടിന്യൂ ദാറ്റ് പ്രയർ, ബിക്കോസ് ദ സ്ക്രിപ്ചർ സേസ് എ റൈച്ചസ് മാൻസ് പ്രയർ അവെയിലത്ത് മച്ച്. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാണ്. ചിലപ്പോൾ നിങ്ങൾ വീൽ ചെയറിൽ ഇരുന്നായിട്ടായിരിക്കും ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്നത്.
ബിലീവ് ദാറ്റ് യു ആർ എ റൈച്ചസ് പേഴ്സൺ. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയും ഫലദായകവുമാണ്. വേറെ ആരുടെ മുമ്പിൽ ഒന്നും പ്രൂവ് ചെയ്യാനല്ല. എന്നെ കേൾക്കുന്ന ചില വ്യക്തികൾ എനിക്കറിയാം, you are in a age in your life you don't need to prove anything or you don't have to prove anything in front of anyone. ഇനി പ്രൂവ് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ പ്രൂവ് ചെയ്തിട്ട് വലിയ കാര്യമില്ല. കാരണം നിങ്ങളുടെ ലൈഫിന്റെ ഒരു സ്റ്റേജ് അതാണ്. ഇനി ഒരു കാര്യം നിങ്ങളെ ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ടു ഡിസ്കവർ ദ അമേസിംഗ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇനിയുള്ള ലൈഫ് ടൈം ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഈ അമേസിംഗ് പവറിനെ ഡിസ്കവർ ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഇത് ഏറ്റവും വലിയ നിധി എന്ന് പറയുന്ന ഈ ഡിസ്കവറിയാണ്. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ശരീരം വിട്ട് കഴിയുന്ന സമയത്ത് വീടോ ബാങ്കിലെ പൈസയോ സ്വർണോ വീടിന്റെ വസ്തുക്കളോ വണ്ടിയോ വാഹനങ്ങളോ ഇതൊക്കെ ഭൂമിയിലുള്ള ജസ്റ്റ് യൂസ് ചെയ്യുന്ന സംഭവങ്ങളല്ലേ. ലിറ്ററലി ദൈവത്തിന്റെ നിധി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോഴാണ് നമുക്ക് സ്വർഗത്തെ പെർമനന്റ് ആയിട്ടുള്ള ഹെവൻലി റിയാലിറ്റീസിനെയൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരും. അതുകൊണ്ട് പൗലോസിനെ പഠിക്കുന്ന അക്ഷയവും ഒളിമങ്ങാത്തതുമായിട്ടുള്ള ഒരു രാജ്യം. ഈ ഭൂമിയിൽ എന്തിനും ഒരു കുറച്ചുനാൾ നിങ്ങൾ എന്തോ ഒരു പുതിയ കാറോ ഒരു വീടോ എന്ത് മേടിച്ചാലും ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ മങ്ങി പോകും, എന്ത് കാര്യമാണെങ്കിലും. എന്നാൽ സ്വർഗത്തെക്കുറിച്ച് വചനത്തിൽ നമ്മൾ കാണുന്ന അക്ഷയമാണ്, ഉള്ളി മങ്ങാത്തതാണ്. അതിന്റെ ശോഭ ഒരിക്കലും കുറയത്തില്ല. എവർ ലിവിങ് ഗോഡ്, ആ നിത്യമായി ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് നമ്മുടെ ഉള്ളിലങ്ങ് നിറയപ്പെടുമ്പോണ്ടല്ലോ, amazing things will happen. He's about time and space. നമ്മളവർക്ക് ഇന്ന് ഈ ഭൂമി കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ദൈവം ഭാരപ്പെടുന്നുണ്ടായിരിക്കും എല്ലാ സ്വർഗത്തിലിരുന്ന ഈ ഭൂമിയിൽ ഇന്നത്തെ അവസ്ഥ. But literally let me tell you one thing. ഈ ഭൂമിയിൽ ഇന്ന് നടക്കുന്ന കാര്യവും ഇനി 1000 വർഷം കഴിഞ്ഞ് നടക്കാതിരിക്കുന്ന കാര്യവും ഒക്കെ ഇതെല്ലാം ഇതിന്റെ അപ്പുറം കർത്താവ് കണ്ടിട്ടുണ്ട്. ഹീസ് അബൌട്ട് ടൈം ആൻഡ് സ്പേസ്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ആ വ്യക്തിക്ക് ദൈവം ഒരു ഗിഫ്റ്റ് കൊടുത്തു. ആ ഗിഫ്റ്റ് ഇങ്ങനെയാ, ഇപ്പൊ ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പ്രാർത്ഥിക്കുമ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെ കർത്താവ് കാണിച്ചു കൊടുക്കും. അത് നിസ്സാരമായിട്ട് ഇവ പ്രവചിച്ച് പറയുന്ന ഒരു ഗിഫ്റ്റ് അല്ല. ആളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറയാം, അനീഷ് ഞാനൊരു സ്ഥലത്ത് അനീഷ് ഇന്ന ഷർട്ട് ഇട്ട് ഇന്ന പാന്റ് ഇട്ട് നിൽക്കുന്ന കാണുന്നു. ഒരു വ്യക്തി അനീഷിന് ഒരു ഗ്ലാസ്, ആ ഗ്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ പറയും, ആ റൂമിന് ഡിസ്ക്രിപ്ഷൻ പറയും, ടൈം പറയും, ഇതെല്ലാം പറയും. ഓക്കെ, ഇത് ഇങ്ങനെ അനീഷ് ഇങ്ങനെ ഒരു ജ്യൂസ് കുടിക്കുന്നു ഇന്നൊരു സ്ഥലത്ത് ഇന്ന അങ്ങനെ പല ഡിസ്ക്രിപ്ഷനും പറയും. അപ്പൊ നമ്മൾക്ക് ചിന്തിച്ചിട്ട് നോക്കിയിട്ടൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ, ഒരു മാസം കഴിയുമ്പോൾ അവൻ പറഞ്ഞ പോലത്തെ തന്നെ എക്സാക്ട് ലൊക്കേഷനിൽ നമ്മൾ നിന്ന് ഇങ്ങനൊരു കാര്യം സംഭവിക്കുകയാണ്. അപ്പൊ ഇത് ദൈവത്തിന് മാസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ ദൈവത്തിന് വ്യക്തമായിട്ടറിയാം. ഇന്ന് ഞാനിത് പറയുന്നതിന്റെ കാരണം, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിനറിയാം. പക്ഷേ നമുക്കങ്ങനെ ദൈവത്തിനെല്ലാം അറിയാം എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രാർത്ഥനകൾ നിർത്തരുത്. അതും ഇതിനകത്ത് ദൈവത്തിന്റെ ഈ ഒരു ഡിവൈൻ പ്ലാനിനകത്തുള്ളൊരു കാര്യമായതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാണ്. പൗലോസ്ലീഹ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്ന സമയത്ത് പൗലോസ്ലീഹ ലേഖനങ്ങളിൽ പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ്ലീഹ ദൈവത്തിന്റെ അപ്പസ്തലനാന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞു പോലെ പൗലോസ്ലീഹ എളിമയോടെ ചോദിക്കണം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ അനേകം ആൾക്കാരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങൾക്ക് ദൈവസമക്ഷം ആ അനുഗ്രഹത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടയാകട്ടെ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, എന്തിനാ ഞാൻ നിങ്ങളോട് ചോദിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം. ഇത് ദൈവത്തിന്റെ ആ ഒരു യേശുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മൾ എളിമയുള്ളവരായി കർത്താവിന്റെ കുരിശുബലിയിലൂടെയുള്ള കുരിശിൽ മറഞ്ഞിരുന്നുകൊണ്ട് വേണം സംഭവം ഓപ്പറേറ്റ് ചെയ്യാൻ. ഇവിടെ ജഡവും എന്നിൽ ഈഗോയും സെൽഫ് റൈച്ചസ്നെസ്സും കയറിയ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഈ ഭൂമിയിൽ നടക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളാണ് നമ്മൾ ആ ക്രൂശിൽ അങ്ങ് മറഞ്ഞിരിക്കണം. അവിടെ വേറെ വലിയ സംഭവമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ എന്ത് മിറക്കിൾ നടന്നാലും, ഇപ്പൊ ഈ ശുശ്രൂഷ ദൈവം അനേക വ്യക്തികളെ ദൈവം സൗഖ്യം കൊടുത്തിട്ടുണ്ട്. എത്രയോ ആയിരക്കണക്കിന് വ്യക്തികൾക്ക് എനിക്ക് എന്തുവേറെ സാക്ഷ്യങ്ങൾ മനുഷ്യർ എഴുതി അയക്കാറുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും അതൊന്നും പറയാൻ പോലും ദൈവം പ്രേരണ തരില്ല. കാരണം അത് ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ആണ് ചെയ്യുന്നത്, അത് അനീഷ് അല്ലത്. ഞാൻ ക്രൂശിൽ മറഞ്ഞിരിക്കുമല്ലേ, ഇവിടെ അനീഷിന്റെ സംഭവം ഒന്നും പുറത്തു വരണ്ട. ഇവിടെ ദൈവം ഇതിനകത്ത് പ്രവർത്തിക്കുമ്പോൾ, ഇതിപ്പം വേണമെങ്കിൽ ഒരു വലിയ ക്യാമറ ഒക്കെ എടുത്ത് മൈക്കൊക്കെ വെച്ച് വേറൊരു ആംഗിളിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഈ ശുശ്രൂഷകൾ കൊണ്ടുപോകാം. പക്ഷെ
ഞാനൊരു ഫോണിനകത്ത് ഏറ്റവും ലിമിറ്റഡ് സോഴ്സിൽ ഇത് ചെയ്താൽ മതി എന്ന് എന്നോട് ഈശോ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈശോയുടെ സാന്നിധ്യം വ്യാപരിക്കുകയും ഈശോ ഇടപെടുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. നമുക്ക് വലിയ TV ചാനലുകളും വലിയ ഫെസിലിറ്റിയും വലിയ സംഭവമൊക്കെ വെച്ചിട്ട് കർത്താവ് അതിനകത്ത് ഇറങ്ങി വരുന്നില്ലെങ്കിലോ? ബട്ട് വെൻ ഹീ കംസ്, ബത്ലഹേമില് ഒരു പുൽക്കൂട്ടില് അല്ലേ, ഒരു വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരവസ്ഥയിലേക്കാണ് അവൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. പക്ഷെ യേശു ജനിച്ച സമയത്ത് പൊന്നും മീറയും കുന്തിരിക്കും എല്ലാം അവന്റെ കാൽ കീഴിൽ കൊണ്ടേ വരിക, അവൻ ഗിഫ്റ്റായിട്ട് വരികയാണ്. ഇന്ന് നിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഇതിന്റെ നടുവിൽ ഇങ്ങനെയെന്ന് പറഞ്ഞേ, എൻ്റെ യേശുവേ ഞാൻ എളിമപ്പെടുന്നു, ഞാൻ നീതീകരിക്കപ്പെടുന്നത് എൻ്റെ പ്രാർത്ഥന കൊണ്ടോ. ഇന്ന് ആ ഈഗോനെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ അങ്ങ് സറണ്ടർ ചെയ്യാൻ സൗകര്യങ്ങൾ. നമ്മുടെ ഈഗോകളെല്ലാം സറണ്ടർ ചെയ്യാം. നമ്മുടെ ആ ഒരു പാരമ്പര്യത്തിന്റെ ഈഗോ, ഞാനെന്ന ഈഗോ, ജൂതന്മാർക്ക് അവര് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാന്നുള്ള ഈഗോ, അവര് ചെയ്യുന്നതാണ് കറക്റ്റ് എന്നുള്ള ഈഗോ, ഇതെല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് നമുക്കിങ്ങനെ പറയാം, ഞാൻ നീതീകരിക്കപ്പെടുന്നത് എൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയുടെ ഒരു യോഗ്യത കൊണ്ട് മാത്രമാണ്. ഞാൻ ആ കുരിശിൽ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു. പറഞ്ഞേ, എൻ്റെ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു. കൊളോസോസ് ലേഖനം 1:22 ക്രിസ്തു തൻ്റെ ഭൗതിക ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. ആ ശരീരത്തിൽ അങ്ങ് മറഞ്ഞിരിക്കാം. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സൗഖ്യമുണ്ട്. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ഡെലിവറൻസുകളുണ്ട്. യേശുവിൻ്റെ ശരീരത്തിലൂടെ ഇന്ന് ആ ശരീരത്തിലുള്ള ക്ഷതങ്ങളിലൂടെ നമുക്ക് സൗഖ്യങ്ങളുണ്ട്. ഭവനങ്ങൾ കർത്താവ് ഒരുക്കി നൽകുന്നു. പുതിയ ഭവനങ്ങൾ നൽകി ദൈവം അനേകരെ അനുഗ്രഹിക്കുന്നു. യാത്രാ തടസ്സങ്ങൾ ദൈവം എടുത്തു മാറ്റുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്നവന് ക്രിസ്തുവിന്റെ ജീവന്റെ അഭിഷേകം അവനെ കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കും. യേശുവിന്റെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യം അവനെ മറച്ചു വെച്ചുകൊണ്ടിരിക്കും. ഹോസ്പിറ്റലിൽ പോകുമെന്നൊക്കെ ഓർത്ത് ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിന്റെ സൗഖ്യം ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞു പിടിക്കുന്നതായിട്ട് കാണിക്കും. പിതാവെ, പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ വചനമാണല്ലോ, നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഞങ്ങൾ സ്വയം നീതിമാന്മാരല്ല, ഞങ്ങൾ നീതീകരിക്കപ്പെട്ടത് ഞങ്ങളുടെ യോഗ്യത കൊണ്ടുമല്ല, ഞങ്ങൾ നന്മ പ്രവർത്തിക്കുന്നതും ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല. ഞങ്ങളുടെ രക്ഷകനും നാഥനും കർത്താവും പിതാവുമായ യേശു ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ച് തന്റെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ 2 കൊരിന്ത്യർ 5:21 ഞങ്ങളെല്ലാവരും ദൈവത്തിന്റെ നീതിയായി തീരേണ്ടതിന് പാപമറിയാത്ത ഈശോ, ഒരിക്കൽ പോലും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഈശോ, ഒരു പാപവും ചെയ്യാത്ത ഈശോ, പരിപൂർണ വിശുദ്ധനായി ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പാപമായി തീർന്ന് ഞങ്ങളെ നീതീകരിച്ചു. ഇന്ന് ആ നീതീകരിക്കപ്പെട്ടതിന്റെ യോഗ്യതയാൽ അടയാളമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും സ്വർഗത്തിന്റെ ഇടപെടലിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലും ബെറ്ററായിട്ടുള്ളവ ഒരുക്കി നൽകുവാൻ കഴിയുന്നവനായ അവിടുത്തേക്ക് ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്വർഗത്തിന്റെ അറ്റസ്റ്റേഷനോടുകൂടി ഉത്തരങ്ങൾ അത് ഞങ്ങളിലേക്ക് അവിടുന്ന് അയച്ചു കഴിഞ്ഞതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യാക്കോബ് 5:16 വചനത്തിന്റെ ശക്തി കൊണ്ട് ഓരോ വ്യക്തികളെയും ഓരോ മക്കളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സൗരങ്ങളെ, ഇന്ന് സാധിക്കുമെങ്കിൽ ഈ ഒരു വചനം വായിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാനിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളെ ടേക്ക് ഓവർ ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ ടേക്ക് ഓവർ ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾ മാത്രമായിരിക്കും പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഒരാൾക്കായിരിക്കും ഒരു സ്പിരിച്വലി ഒരു പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ ഉള്ള ഒരു വിളി കിട്ടിയേക്കുന്നത്. അപ്പം ആ വിളി കിട്ടിയ വ്യക്തി ചിലപ്പോൾ സഹനത്തിലൂടെ കടന്നു പോകുമായിരിക്കും. അങ്ങനെ ആരോ ഇപ്പോൾ ഒരാൾ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സഹനത്തിലൂടെ കടന്നു പോകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? പക്ഷെ നിങ്ങൾക്കാണ് പ്രാർത്ഥന ഇല്ലാതെ പറ്റത്തുമില്ല. പ്രാർത്ഥന കൂടുകയും വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊന്ന് സത്യം പറയുന്ന ഉറങ്ങാനും ഒന്ന് സ്വസ്ഥതയൊക്കെ കിട്ടുന്നത്. അപ്പം എന്നാൽ വീട്ടിലുള്ള മക്കളെയോ ജീവിത പങ്കാളിയോ കുടുംബത്തിലുള്ളവരെ ഒഴിവാക്കാനോ ഉപേക്ഷിക്കാനും പറ്റത്തില്ല. കാരണം അവരെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷയില്ലല്ലോ. അവരെ കൂടെ ചേർത്ത് നിർത്തി വേണം. ഇവിടെ ദൈവം നിങ്ങളെ ഒരു വലിയ മിഷൻ ഏൽപ്പിച്ചേക്കുവാണ്.
ഈശോ അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവം നിങ്ങളെ നീതീകരിച്ചിരിക്കുന്നു. ഇനി നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സഹനത്തിന്റെ നടുവിലും ദൈവത്തിന്റെ നീതിമാനാണ്, നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള ബോധ്യത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ഉള്ളിൽ നിറയപ്പെടുന്ന ഒരു അഭിഷേകം, ആ അഭിഷേകത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ അതിൻ്റെ സോഴ്സിലേക്ക് വന്നു ചേരും. അങ്ങനെയാണ് സഭ വളർന്നു. നീതിമാന്റെ പ്രാർത്ഥന ഫലദായകമാണ്, എഫക്റ്റീവാണ്, പവർഫുള്ളാണ്. ശിഷ്യന്മാർ ലോകം മുഴുവൻ നടന്ന് ജൂതമതത്തിൻ്റെയോ മറ്റ് സമൂഹത്തിൻ്റെയോ തെറ്റുകൾ പറഞ്ഞിട്ട് ഞങ്ങൾ ശരി നിങ്ങൾ റോങ് എന്ന് പറഞ്ഞല്ല ക്രിസ്ത്യ വിശ്വാസം ലോകത്ത് വളർത്തിയത്. ഇന്ന് ക്രിസ്ത്യാനികൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലായിടത്തും ചെന്നിട്ട് ആ സഭയുടെ തെറ്റ്, ഈ മതത്തിന്റെ തെറ്റ്, അത് തെറ്റ്, ഞങ്ങൾ ശരി. കർത്താവ് ഒരിക്കലും ശിഷ്യന്മാരോട് അങ്ങനെ ചെയ്യാനും പറഞ്ഞിട്ടില്ല, അവരൊട്ട് ചെയ്തിട്ടുമില്ല. അവർ ചെയ്ത ഒരേ ഒരു കാര്യം, അവർ ക്രൂശിൽ സംഭവിച്ച കാര്യത്തെ ഈശോയിലൂടെ ഇന്ന് നമ്മൾ എന്താകും, നമുക്ക് ലഭിക്കുന്ന രക്ഷ, പാപമോചനം, നീതീകരണം, ഇത് പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരുന്നു. അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ ഒരു സന്ദേശമില്ല. അത് പറയുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുന്നത്. അതിന് അതിഭയാനകമായ അളവുകൾ ഇറങ്ങി. അത് അനുഭവിച്ച മനുഷ്യന് മനസ്സിലായി, ദിസ് ഈസ് ദ ട്രൂത്ത്. കാരണം ഇത് മതമല്ല, ഇതൊരു ട്രൂത്താണ് ഇതോട് പറയുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകാശം വരുന്ന പോലെ ആത്മാവിന്റെ ശക്തി അതിശക്തമായി ജനങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജനങ്ങളിലേക്കും എന്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനങ്ങൾ ലഭിക്കും. ആ ഒരു ദർശനങ്ങൾ ലഭിക്കുന്ന ആ ഒരു സീസണാണ് സഹോദരങ്ങളെ ഇത്. That's why we have to preach what happened on the cross. കുരിശിലെ കർത്താവിന്റെ പരിഹാര ബലിയിലൂടെ എന്നെ കേൾക്കുന്ന നിങ്ങളെ ദൈവം നീതീകരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ദൈവം നീതീകരിച്ചതിനെ ആര് കുറ്റം ചുമത്തും? അങ്ങനെ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതാണ്, ഫലദായകമാണ്. സെൽഫ് റൈച്ചസ്നെസ്സിന് ഞാൻ നീതിമാനാണെന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. എളിമപ്പെട്ട് കർത്താവിന്റെ കുരിശുബലിയിലൂടെയാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള ബോധ്യത്തിൽ യേശുക്രിസ്തുവിൽ അഭയം പ്രാപിച്ചവനെ ദൈവം നീതീകരിക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ മുദ്രയായി നൽകുന്നു. ആ വ്യക്തി കണ്ണുനീരോടെ നീതിമാനെന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ റൈച്ചസ് മാൻസ് പ്രയർ അവെയിലത്ത് മച്ച്. സ്വർഗം നോക്കുവോ, ഇന്ന് നോക്കുക എത്ര പേരുണ്ടെന്ന്. ഇന്ന് ലൈവ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരാൾ ഇന്നിരുന്ന് നിങ്ങൾ വീട്ടിൽ ഇരുന്ന്, സ്ഥലമൊന്നും ലൊക്കേഷനൊന്നും പ്രശ്നമല്ല, ഗുഹയാണേലും വീടാണേലും വഴിയാണേലും എവിടെയാണേലും റൈച്ചസ് മാൻസ് പ്രയർ അവെയിലത്ത് മച്ച്. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതാണ്, ഫലദായകമാണ്. പ്രാർത്ഥിക്കാതിരിക്കുമെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ദിവസം, ഈ ആഴ്ചകളിൽ നിരവധി ശുശ്രൂഷകളാണ്. എല്ലാം ദൈവമഹത്വത്തിന് കാരണമായി തീരട്ടെ, കർത്താവിന്റെ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ, അനേകർ യേശുവിനെ അനുഭവിച്ചറിയുന്നതിന് കാരണമായി തീരട്ടെ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നമ്മളൊരു സെന്റർ നോക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത്ഭുതകരമായി ഒരുക്കപ്പെടട്ടെ. എല്ലാ പ്രാർത്ഥനകളും പിതാവേ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പുത്രനാമ യേശുവിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തന്നു കഴിഞ്ഞതിനായി നന്ദി. റോമാലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിലൂടെ ഇന്ന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനുമായി നന്ദി പറയും. സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ. ഗോഡ് ബ്ലസ് യു. കീപ് us also in prayers. ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥനാ റിക്വസ്റ്റുകളൊക്കെ ഇന്നലെ